ആ ആ നസീറല്ല പോണ്. നസീറ ഇവിടെ വന്നാ ഒരു കാര്യം പറയണം. എന്താണ് നേരെ പോണേ? ആ ഒരു കാര്യം പറയാൻ അർജന്റാണ്. അല്ല ആ മറ്റേ ഷാബു ഇല്ലേ, കുറച്ച് പൈസ തരാണ്ടാവും ചോദിക്കാൻ വേണ്ടിട്ട്. ഷാബോ? ആ പൈസ കാര്യ? ആ എന്നാ വരി. പൈസ തരാണ്ടോ മോനെ? അല്ല കല്യാണൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നേ? കല്യാണൊക്കെ ഉസാറായി, കുഴപ്പമൊന്നുമില്ല. അന്നായിരുന്നു. അല്ല അങ്ങാടിയിലൊക്കെ ആകെ പാട്ടായിക്കണേ. അങ്ങാടിയില് പാട്ടാവാതിരിക്കും, ആകെ വസളായി. ഞാൻ ഈ പറഞ്ഞോടത്തുനിന്ന് ഒരാളല്ലേ രണ്ടാളൊക്കെ അല്ലേ പ്രതീക്ഷിക്കുന്നേ. ഇത് ആൾക്കാർ ഓട്ടോറിക്ഷ വിളിച്ചിട്ടും ബസ് വിളിച്ചിട്ടൊക്കെ ഒരു 5-6 ആളൊക്കെ കൂടിയിട്ടുണ്ട് വന്നു ഓരോ പേരേന്ന്. ബിരിയാണിയും തേഞ്ഞില്ല. ബിരിയാണി കഴിഞ്ഞില്ലല്ലേ? ആ പന്നിയാണെങ്കിൽ നല്ല ഉസാറായിട്ട് വെക്കും ചെയ്തേ. അതിന് ആൾക്കാരൊക്കെ തിന്നു പോയി. അത് ശരി. നല്ല ഇരുന്നിട്ടാണ് മുണുങ്ങിക്കണ്. ഞാൻ എന്തായാലും ആദ്യത്തെ വട്ടിലാണ് തിന്ന്. ഇനി ഓനെ ഒരു പരിപാടിന്റെ ഓർഡർ ഉണ്ടെങ്കിൽ ഓനെ ഞാൻ വെക്കാൻ വിളിക്കൂല. നന്നായതാ പ്രശ്നം. അത് മുതലാവണ്ടപ്പോ ഇത്. അത് ശരി. ഒരു പരിപാടി എങ്ങനെയെങ്കിലൊക്കെ ഒത്തൊപ്പിച്ച് പോവാച്ചിട്ടപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നത്. ഇതിപ്പോ എന്തായാലും വേണ്ടില്ല, നമുക്ക് പൈസ വാങ്ങിക്കാം. അതൊന്നും പ്രശ്നമാക്കണ്ട. ഒന്ന് വിളിച്ചോ എന്നെ. ഇറങ്ങി വാ. എവിടെ വിളിച്ചിരിക്ക? നിങ്ങൾ വാ, കേറിക്കല്ലോ. ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ചെയ്. സംസാരിക്കാന്നേ. എന്താണ് എന്താ കാര്യം പറയാ? എന്താണ്? അല്ല എന്താ പ്രശ്നം? കായ് ചോദിക്കും, കായ് തരാണ്ട് പൈസ കൊടുക്കടോ. പൈസ? എന്ത് പൈസ? ഞാൻ അങ്ങക്ക് പൈസ തരാന്? എനിക്ക് പൈസ തരണ്ട. അല്ല പൈസ തരല്ല. കല്യാണം ഉണ്ടായാ? കല്യാണത്തിന് ഞാൻ വന്നീന്നല്ലോ. ഇജ് വന്നീന്നോ? അന്റോടെ കല്യാണം ഉണ്ടായിരുന്നോ കുറച്ച് മുന്നേ? ഉണ്ടായിരുന്നു. അപ്പൊ ആരാ വന്ന്? ഇജ് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങളൊക്കെ വന്നീന്നില്ല. ഞാൻ ഒറ്റക്ക് വന്നീന്ന്. ഇന്നലെ ഇവിടുന്ന് എത്ര ആള് വന്ന്? ഞാൻ ഇന്നലെ ഞായറാഴ്ച അല്ലേ, ഞാൻ കുട്ടികളും മക്കളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞാനൊരു ബിരിയാണി ഞാൻ പോവല്ലേ, ഓലും കുട്ടി വന്ന്. ഞങ്ങളൊരു 5 ആളുണ്ടായിരുന്നു. 5 ആളുണ്ടായിരുന്നു. അടിപൊളിയായില്ലേ? നല്ല 5 ആൾക്കാരായിട്ട് കല്യാണം പറയാൻ വരുമ്പോ എല്ലാരും ഇവിടെ വരണമെന്നല്ലേ പറഞ്ഞത്. ഒരു കാര്യം കേക്ക് നസീറ, ഞാൻ ഓന്റെ കൊടുക്ക അന്ന് ഒറ്റക്ക് കല്യാണത്തിന് ഒരു 500 ഉറുപ്പിക കൊടുത്തു. എന്നിട്ട് ഈ 4-5 ആളൊക്കെ കൂടി വന്നിട്ട് ഞാനാ കൊടുത്ത 500 മാത്രമേ തന്നിട്ടുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ മറ്റേ ഒരാൾക്ക് 500, 4 ആള് കൂടുതൽ വന്നിക്കണ്. അപ്പൊ 4 ബിരിയാണിയുടെ പൈസ വെച്ചൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മളാ മറ്റേ ഹോട്ടലിൽ എത്ര ബിരിയാണിക്ക്? ഒരു ബിരിയാണിക്ക് ഇതിനപ്പൊ നിങ്ങൾ എന്നോട് ഇവിടെ വരാൻ പറഞ്ഞ പൈസ വാങ്ങാന്? പിന്നെ പൈസ മുതലാവണ്ടേ? നമ്മളിപ്പോ ഒരു കല്യാണം പറയുമ്പോ ഒരാളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പൊ പറയണേ. അല്ല, ആ 4 ബിരിയാണിയുടെ പൈസ എത്ര?